വെൽക്കം ടു CC ബാങ്ക്. ഞാൻ മേഘ. CSEBയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംശയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ എപ്പോഴും നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാറുള്ളത്. എന്നായിരിക്കും മിസ് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരിക, അല്ലേ? ഈ ഒരു കാത്തിരിപ്പ് എന്ന് അവസാനിക്കും എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ മാസത്തോട് കൂടിയിട്ടാണ്. ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാം ഏകദേശം ഒരു ജൂൺ അവസാനം ജൂലൈയോട് കൂടിയിട്ട് പരീക്ഷയുണ്ടാവും, അല്ലേ? അപ്പോൾ സത്യം പറഞ്ഞാൽ ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിഷു ഒക്കെ ആ ഒരു ടൈമിനോടനുബന്ധിച്ചായിരിക്കും വരാൻ സാധ്യത കൂടുതൽ. ഇപ്പോഴത്തെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ച് അങ്ങനെയാണ് പറയുന്നത്. വിഷുവിനോടനുബന്ധിച്ച് വരാനൊരു ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഏപ്രിൽ തന്നെ വരും എന്നുള്ളത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. കാരണം അറിയാം, CSEBയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനായിട്ട് അത്യാവശ്യം കാര്യങ്ങളുണ്ട്. അതും ഒരു പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ പരീക്ഷ എഴുതിയവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ പുതുതായിട്ട് പരീക്ഷ എഴുതാനിരിക്കുന്ന കുറേ ആളുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയ ആളുകളുണ്ട്, അല്ലേ? അറിയാതെ പോയ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഇപ്രാവശ്യത്തെ പരീക്ഷ തീർച്ചയായിട്ടും വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായി അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഒരു ടൈം നമുക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ നല്ലതാണ്. കാരണം സത്യം പറഞ്ഞാൽ CSEBക്ക് പഠിച്ചെടുക്കാൻ അത്യാവശ്യം സമയം വേണം. ഏറ്റവും കുറഞ്ഞത് ഒരു 3 മാസം സമയം വേണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഒരു മാസം കൊണ്ട് എല്ലാം അങ്ങ് കവർ ചെയ്യാനൊന്നും പറ്റില്ല. പണ്ടത്തെ രീതിയിലാണെങ്കിൽ കുറേ PYQs ഒക്കെ ചെയ്ത് പഠിച്ചാൽ കുറേയൊക്കെ കിട്ടും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കൺസെപ്ച്വൽ ലെവലായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം നമുക്കറിയാം, കോപ്പറേറ്റീവ് ലോ ആണെങ്കിൽ അതിൽ തന്നെ അമെൻമെൻറ്റും അതും സെക്ഷനിലും റൂളിലൊക്കെ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, ഇത് മുഴുവനും പഠിച്ചെടുക്കണ്ടേ? അപ്പോൾ നല്ല സമയം വേണം. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നുള്ള ചിന്ത വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാളെ നീളെ എന്ന് പറയുന്ന അവസ്ഥയാവും. അതുകൊണ്ട് ഇന്ന് തന്നെ, ഇതുവരെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പോയിട്ട് ബുക്ക് എടുക്കുക, പഠിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്തായാലും ഏപ്രിലായിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സാം ജൂൺ അവസാനം ജൂലൈ ആദ്യത്തോട് കൂടിയിട്ട് എക്സാമും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ച് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ പാറ്റേൺ ചേഞ്ച് വന്നു നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായി ചോദിക്കാം. അതിനുവേണ്ടി നമ്മുടെ ആതിര മിസ് മാർച്ച് 21-ാം തീയതി രാത്രി 9 മണിക്ക് ഫ്രീ വെബിനാറുമായിട്ട് വരികയാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഇതിന് താഴെ, ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനും സാധിക്കും. സോ ഫ്രീ വെബിനാറാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേഷനൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ 100 മാർക്കിൻ്റെ പരീക്ഷയിൽ സിലബസ് മാറ്റം വരുമോ, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, പിന്നെ Q&A സെഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ രജിസ്റ്റർ ചെയ്യുക, വെബിനാറിൽ പങ്കെടുക്കുക. കൂടാതെ നമുക്ക് ബിഗിനേഴ്സ് ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ബിഗിനേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ബിഗിനേഴ്സ് ബാച്ചിൽ ആദ്യം തൊട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് മുന്നേറി പോവാം. പഠിക്കുന്നതിനൊപ്പം തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇപ്പോൾ കോപ്പറേറ്റീവ് ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ലോ നമ്മൾ കൃത്യമായിട്ട് ആദ്യം തൊട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. അതിനുള്ളിൽ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. കോർപ്പറേഷൻ ആണെങ്കിലും അക്കൗണ്ടൻസി ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ് ആണെങ്കിലും എല്ലാം ഈ ഒരു അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ CSEBയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ ഈ സബ്ജക്റ്റ് മാത്രമല്ല, നമ്മൾ ഇംഗ്ലീഷും മാത്സും GKയ്ക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പല സ്ഥാപനങ്ങളുടെ ഒരു പ്രശ്നം അതാണ്, പലപ്പോഴും അത് ചെയ്യാറില്ല. പക്ഷെ നമ്മളുടെ ഇതിൽ കൃത്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷും മാത്സും GKയ്ക്കും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളുടെ ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായകരമാവും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.